ഒന്നിനെ പ്രാർത്ഥിച്ച് കൊന്നേച്ച് പിന്നെയും നീയൊക്കെ വന്നിരിക്കുകയാണോടാ എന്ന് ചോദിച്ച് എന്നെ നോട്ടീസ് ഒട്ടിക്കാനൊക്കെ പോകുമ്പം കുറേ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു. ബാക്കിയുള്ളതൊന്നും വേണ്ടി ഇവിടെ കടന്നിട്ട് എന്നെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു സോദരം. ഞാൻ സാധാരണ നമ്മൾ മനുഷ്യരോട് പറയുന്നത് പോലെ ദൈവത്തോട് പറഞ്ഞിട്ട് ഞാനവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി സോദരം. കട്ടിലേ കിടക്കുന്ന കുഞ്ഞിൻ്റെ മണ്ടയിലോട്ട് കയറി അതുപോലെ കിടന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ശവക്കോട്ടയിൽ ഇവിടെ അടക്കാൻ നീ അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കടയിൽ കയറി ഒരു നാരങ്ങാവെള്ളം കുടിച്ചിട്ട് കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം നാരങ്ങാവെള്ളം കുടിക്കാതെ പോരാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കാശില്ലാതെ ഞാൻ നാരങ്ങാവെള്ളം കുടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എവിടോട്ടാന്ന് ഇങ്ങനെയൊക്കെയാണ് വെളിപ്പാടേ ദൈവം തന്നിട്ടുള്ളൂ, സ്ഥലപ്പേര് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ സ്ഥലമെന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുതിയ സ്ഥലമെന്ന് എഴുതിയാണ് ട്രാൻസ്ഫർ ഓർഡർ എനിക്ക് തന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, ഇന്ന് ആ പാല് കച്ചവടക്കാരൻ ചർച്ചോകോടിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററാണ്. 30 കൊല്ലം കൊണ്ട് 30 വീടുകളല്ല 30 വർഷം കൊണ്ട് 22 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1984 ഞാൻ മലബാറിലേക്ക് കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചായനോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഇടയായി തീർന്ന ഒരു ക്രൂസൈഡിനോടുള്ള ബന്ധത്തിലാണ്. ഞങ്ങൾ ഒരു ടീമായിട്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കടന്നു പോകാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. 84 മെയ് മാസം നടന്ന കൺവെൻഷന് ശേഷം കടന്ന് തിരിച്ച് ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് പറഞ്ഞു അവിടെ നിന്ന് പ്രവർത്തിപ്പാനായിട്ട് ഒരു താല്പര്യം കാണിച്ചു. അങ്ങനെ നിലമ്പൂർ ചുള്ളിയോട് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ടുള്ള താല്പര്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ച് വേലയുടെ ആരംഭം കുറിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മൈലമ്പാറയിലുള്ള പുത്തമ്പരയ്ക്കൽ മോനിക്കൊച്ചമ്മയുടെ ഭവനത്തിൽ റിയാനിച്ചാൻ, ബാബുച്ചാൻ, കുഞ്ഞുമോൻ അവരുടെ എല്ലാം കൂടെ ഭവനത്തിലാണ് താമസിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള താല്പര്യത്തോടെ ഞായറാഴ്ച ഒരു വാടക വീട്ടിൽ പുതിയ വേല ആരംഭിച്ച് കുറച്ച് പായ് വിട്ട് കാത്തിരിക്കുകയാണ്. ആദ്യ സഭായോഗം അവിടെ അങ്ങനെ തുടങ്ങുകയാണ് ഒരു വീടിൻ്റെ തിണ്ണയിൽ. ഒരു 10-11 ആയപ്പോഴത്തേക്ക് ഒരു ഫാമിലി, അത് റാന്നിയിൽ നിന്നും നല്ല ചുള്ളിയോട് വന്ന് താമസിക്കുന്ന കല്ലമ്പറമ്പിൽ ചാക്കോച്ചായനും ഭാര്യയും കൂടെ ആദ്യമായിട്ട് സഭായോഗത്തിന് കടന്നു വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഞാൻ വേഗത്തിലങ്ങ് പറയുകയാണ്, 3 മാസം കൊണ്ട് 18 പേരെ സ്നാനപ്പെട്ട് അവിടെ ആ വേല ശക്തമായി വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. അതിൻ്റെ പിൻപിൽ പുറകോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. അവിടെ മുണ്ടോട്ടയ്ക്കൽ അവറാച്ച എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ ഒരു മകൾ പ്രാർത്ഥിച്ച് മരിച്ച് പോകാനായിട്ടിടയായി എന്നുള്ളൊരു ബന്ധത്തിൽ അവിടെ ഒരു വലിയ പ്രയാസമൊക്കെ ഉണ്ടായി. ആ നാളുകളിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഒന്നിനെ പ്രാർത്ഥിച്ച് കൊന്നേച്ച് പിന്നെയും നീയൊക്കെ വന്നിരിക്കുകയാണോടാ എന്ന് ചോദിച്ച് എന്നെ നോട്ടീസ് ഒട്ടിക്കാനൊക്കെ പോകുമ്പം കുറേ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു സ്തേഫാനോസിൻ്റെ മരണം പൗലോസിൻ്റെ മാനസാന്തരത്തിന് കാരണമായെങ്കിൽ ആ പെൺകുട്ടിയുടെ മരണം ദൈവനാമത്താലാണെങ്കിൽ നിശ്ചയമായും ഈ ദേശത്തെ ഒരു വലിയ പ്രവൃത്തി സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞ് ഇവിടെ ഒന്ന് പ്രവർത്തിക്കട്ടെ എന്ന്. അത് ഒരു അത്ഭുതമായി. കാരണം 3 മാസം കൊണ്ട് 18 പേരെ സ്നാനപ്പെടുത്തി, തമ്പിച്ചായമെന്ന് സ്നാനപ്പെടുത്തി വേല ആരംഭിച്ചു. ആ വേല മുന്നോട്ട് പോകുമ്പോൾ ആത്മാവിൽ ആരാധിക്കുവാൻ എൻ്റെ കൂടെ ആരുമില്ലാത്തപ്പോൾ ഞാൻ ഒരു രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഞങ്ങൾ ഒരു കാത്തിരിപ്യോഗം വെക്കാൻ പോവാണ്, അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തുടങ്ങി. 4 മണി ആയപ്പോൾ ആ വാടക കെട്ടിടത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. സന്ധ്യക്കത്തെ കാത്തിരിപ്യോഗത്തിന് വേണ്ടി 4 മണി മുതലായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ കൂടെ വേറെ അന്യഭാഷ പറയാനോ ആത്മാവിൽ ആരാധിക്കാനോ ഈ സ്നാനപ്പെട്ടവരാരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാവരും ഒന്ന് ആത്മാവിൽ ആരാധിച്ചാൽ വിടുതൽ പ്രാപിക്കണം. അത്ഭുതം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ നടന്ന അത്ഭുതം. കാത്തിരിപ്യോഗ സമയത്ത് 14 പേര് അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ആരാധിച്ച് കൃപാവരങ്ങൾ ജ്വലിക്കപ്പെട്ട് അത്ഭുതങ്ങൾ നടന്നു. ആ യോഗം രാത്രി 1 മണി വരെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നേ ഇല്ല, ഇത്രയും സമയം പോയ കാര്യമൊന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പുറത്തൊരു ശബ്ദം കേട്ടുകൊണ്ട് പുറത്ത് നോക്കുമ്പോഴാണ് നാട്ടുകാരെല്ലാം ചുറ്റുപാടും വന്ന് നിൽക്കുന്നത് രാത്രി കണ്ട്. അന്നേരമാണ് ഞാൻ ക്ലോക്കെ നോക്കുമ്പോൾ ഏതാണ്ട് 1 മണിയോളം അടുക്കാറായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നാട്ടുകാരെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ച് യോഗം നിർത്തി. പിറ്റേ ദിവസം ഞായറാഴ്ച പകൽക്കാലം ആരാധനാ സമയത്ത് 4 പേരുടെ അഭിഷേകം പ്രാപിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് ചുള്ളിയോട്ട് കാണുവാൻ കർത്താവ് ഇടയാക്കി. സ്തോത്രം. അങ്ങനെ ദൈവപ്രവൃത്തി നടക്കുന്ന സമയത്ത് അവിടെ പല സഹോദരന്മാർ മുന്നോട്ട് കടന്നു വന്നവർക്കെല്ലാം സുവിശേഷ വേല ചെയ്യണം താല്പര്യമാണ്.
അങ്ങനെ ഞങ്ങൾ ആ ദേശത്തൂടെ അനേക സ്ഥലങ്ങളിൽ എല്ലാ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞും പിന്നെ കിട്ടുമ്പം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാം പരസ്യവും വീട് വിസിറ്റിങ് ഒരു വലിയ ഉണർവിൻ്റെ സമയമായിരുന്നു അത്. അങ്ങനെ അടയ്ക്കാക്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്തും അതേ വർഷം തന്നെ ഒരു വേലയുടെ ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ രാവിലത്തെ സഭായോഗം ചുള്ളിയോട്ടും ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കാക്കുണ്ടിലും സഭായോഗം നടത്തുവാനായിട്ട് പോകാനായിട്ട് താല്പര്യപ്പെട്ട് അങ്ങനെ ദൈവവേല വളരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ അതേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും നമ്മളൊക്കെ അടിക്കടി നേരിടാനായിട്ട് തുടങ്ങി. ഞാൻ ആ സമയത്ത് ഒരു മോട്ടോർ സൈക്കിളിൽ ഒന്ന് പഠിക്കാനായിട്ട് ഒരാൾ എന്നെ മോട്ടോർ സൈക്കിൾ പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാല് സൈലൻസർ കൊണ്ടൊന്ന് പുള്ളി പെട്ടെന്നതങ്ങ് പഴുത്തിട്ട് ഞാൻ വളരെ കഷ്ടത്തിലായി. പഴുപ്പൊഴുകയാണ്, കാലിൻ്റെ പുല്ലൂരി മുഴുവൻ പഴുപ്പാണ്. അത് വെച്ച് കെട്ടിയിട്ട് ഒരു വിധത്തിൽ മേൽ അങ്ങനെ പകൽ ഞാൻ വാടകയ്ക്കെടുത്ത ഒരു റൂമിലേക്ക് ഞാൻ അതിന് ശേഷം മാറിയായിരുന്നു. ആ വാടകയ്ക്ക് കിടക്കുന്ന വീട്ടിൽ ഒരു പായല്ലാതെ ഒരു തലവണ പോലുമില്ല, കിടക്കാൻ വേറെ ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഞാനിങ്ങനെ താഴെ കിടക്കുക. ആ താഴെ കിടക്കുന്ന സമയത്ത് എൻ്റെ കാലുവേദന കൊണ്ടും എനിക്ക് വേറെ ആരും എന്നെ നോക്കാനില്ലാതെ ഒറ്റയ്ക്കാണല്ലോ ആ സന്ദർഭവും, പിന്നെ പുതിയ വേലസ്ഥലവുമാണ്, പുതിയ വിശ്വാസികളായതുകൊണ്ട് കരുതാനോ കാണാനോ വരാനോ ഒന്നും അവർക്കത്ര വലിയ കാര്യമായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടും ഞാൻ അവിടെ കിടന്നിങ്ങനെ വിഷമിച്ചോണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ കഷ്ടകാലത്ത് നീ അടുത്ത തുണയായിരിക്കുമെന്ന്, ഉള്ളംകരങ്ങളിൽ വഹിച്ചോളാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതെന്ന് ഇവിടെ കിടന്നിട്ട് എന്നെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ സാധാരണ നമ്മൾ മനുഷ്യരോട് പറയുന്നത് പോലെ ദൈവത്തോട് പറഞ്ഞിട്ട് ഞാനവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സ്തോത്രം. താഴെ കിടന്നുറങ്ങുകയാണ്. താഴെ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം റൂമിലേക്ക് ഇറങ്ങി വന്നു. എന്നെ കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരത്തിൽ എന്നെ കിടത്തി ഉറക്കി. അതേ സ്തോത്രം. ഞാൻ ഉണരുമ്പോൾ എനിക്ക് നന്നായിട്ടറിയാം ഒരാളുടെ കയ്യിലാണ് കിടന്നിട്ട് അത് എന്നെ താഴോട്ട് ഇങ്ങനെ കിടത്തുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിങ്ങനെ താഴോട്ട് കിടത്തി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലയിലെ നീര് കംപ്ലീറ്റ് മാറി, പഴുപ്പും മാറി, കാലുണങ്ങിയവനായി ഞാൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു വചനം എന്തു പറഞ്ഞിട്ടുണ്ടോ അതങ്ങനെ സംഭവിക്കും. നമ്മൾ നിഷ്കളങ്കതയോടും നേരോടും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. സ്തോത്രം. അതുപോലെ തന്നെ അല്പം കൂടെ മുന്നോട്ട് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ ഒറ്റപ്പെട്ടവനെ പോലെ ആയ ഒരു സന്ദർഭത്തിൽ ഒരു റബ്ബറും തോട്ടത്തിനകത്ത് ഞാനൊരു പായം എടുത്തുകൊണ്ട് പോയി അവിടെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ വീടും വിട്ടു, വീട്ടുകാരെയും വിട്ട്, എല്ലാം വിട്ട് മലബാറിൽ വന്നു. ഇവിടെ വന്ന് ഈ വേല ആരംഭിച്ച് ദൈവം ഇത്രത്തോളം തന്നു. പക്ഷേ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ എനിക്ക് ആരുമില്ല, അങ്ങ് പോലും എന്നെ കൈവിടുകയാണോ എന്ന് ഞാൻ ആ റബ്ബറും തോട്ടത്തിൻ്റെ വലിയൊരു റബ്ബറും തോട്ടത്തിൻ്റെ നടുക്ക അവിടെ നിന്ന് ഞാൻ അങ്ങ് കരഞ്ഞ് കമന്ന് കിടക്കുകയാണ്. സ്തോത്രം. ആ സമയത്ത് മോനേ എന്നൊരു വിളി, ഇടി മുഴങ്ങുന്ന പോലെ മോനേ എന്നൊരു വിളി. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ചുറ്റുപാടും ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനില്ല. ഞാൻ ആരാ ഇത് ഇത്രയും മുഴക്കത്തിൽ, ഇനി ആരെങ്കിലും കളിപ്പിച്ച് വിളിച്ചതാണോ എന്ന് വിചാരിച്ച് എല്ലായിടവും ഞാൻ ചുറ്റുപാടും ഒന്ന് നോക്കി. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ദൈവം വിളിച്ചതാണെന്ന്. ആ സമയം ഞാൻ കമന്ന് കിടന്ന് വീണ്ടും കരഞ്ഞു, കർത്താവേ, നിനക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം ഞാൻ കണ്ണടച്ച് കമന്ന് കിടക്കുമ്പം ഞാനൊരു വാക്യം എന്നെ ദൈവം എഴുതി കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-18 പോലുള്ള വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയും ഈ ലോകത്തിൻ്റെ ജ്ഞാനി എവിടെ താർക്കികനായിട്ട്. ആ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ചോദിക്കടാ, ഈ ലോകത്തിൽ ആരാ വലിയവൻ? ഞാനാ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് മുതൽ ചാടി എഴുന്നേറ്റ് കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കി. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാവോ? സ്തോത്രം. ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് മറ്റൊരു അനുഭവം പറയാം. ആ സമയത്ത് ഞങ്ങളുടെ പുതിയ വേലസ്ഥലമാണ്. നമ്മളങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഒരു 10-11 വയസ്സുള്ള ഒരു കുഞ്ഞ് പെട്ടെന്ന് അവന് ശ്വാസം മുട്ടലുണ്ടായി മരിച്ചു പോയെന്നും പറഞ്ഞ് ഒരു സൈക്കിളിൽ ഒരു സഹോദരൻ ഓടി, ഞാൻ താമസിക്കുന്നിടത്ത് ഓടി വന്നു. അവൻ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കൊച്ചു മരിച്ചു പോയെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാണ് ഞാൻ അവനോട് പറഞ്ഞത്, സൈക്കിളെ ചവിട്ടി കുറച്ച് ദൂരം പോകണം, ഇപ്പോൾ കയറ്റവറൊക്കെ ഉള്ളതുകൊണ്ട് അവനെ കൂടെ വെച്ച് ചവിട്ടിപ്പം താമസമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനോട് പറഞ്ഞു, നീ നടന്നു വന്നേക്കാൻ പറഞ്ഞു. ഞാൻ ആ സൈക്കിളെ ചവിട്ടി പോകുമ്പം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, കുഴിച്ചിടാൻ ശവക്കോട്ടയില്ല, ഇവിടെ വേല ആരംഭിച്ചതേ ഉള്ളൂ, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ അത്ഭുതം ചെയ്യണേ എന്ന് പറയുമ്പം ഏലിയാവ് അതേ സ്തോത്രം കുഞ്ഞിൻ്റെ മേൽ കയറി കിടന്ന ഓർമ്മയിലാണ് ഞാൻ സൈക്കിളും ചവിട്ടി ഓടി ചെല്ലുന്നത്. ഞാൻ ഓടിച്ചെന്നിട്ട്
ഞാൻ ഓടി ആ വീടിൻ്റെ മുമ്പിലോട്ട് സൈക്കിൾ വിട്ടേച്ച് ഓടി അവരുടെ റൂമിൽ കയറി കട്ടിലെ കിടക്കുന്ന കുഞ്ഞിൻ്റെ മണ്ടയിലോട്ട് കയറി അതുപോലെ കിടന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ശവക്കോട്ടയിൽ ഇവിടെ അടക്കാൻ നീ അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൊച്ച് കണ്ണ് തുറന്ന് അതേ സ്വോത്രം ദൈവം എഴുന്നേൽക്കാൻ തക്കണം ഇടയായി. ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ചെന്നും പറഞ്ഞത് വലിയ അത്ഭുതം പറഞ്ഞെന്നും പറഞ്ഞത് ചെയ്യാൻ താല്പര്യപ്പെടുകയില്ല. ഏതായാലും അവിടെ ഒരു അത്ഭുതം നടന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയോടെ ചെയ്തു. സ്വോത്രം. അതുപോലെ തന്നെ മറ്റൊരിക്കൽ അതേ സ്വോത്രം ഒരു വീടിൻ്റെ വാതിക്കൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പറമ്പിലെ കപ്പയെല്ലാം എലി എല്ലാം നശിപ്പിച്ച് കളയുക. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അവിടെ നിന്നിങ്ങനെ നോക്കുമ്പം എൻ്റെ മനസ്സോട് പറയാം, എടാ, നിൻ്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചപ്പം ഞാൻ പെട്ടെന്ന് അവിടുത്തെ 2 പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, കപ്പയുടെ പിടന്ന് കിടക്കുന്നതെല്ലാം പറിച്ച് കളയാൻ പറഞ്ഞു. പറിച്ച് കളഞ്ഞേച്ച് ബാക്കിക്ക് മണ്ണിട്ട് മൂടാൻ പറഞ്ഞു. ഒരു ദ്വാരമുള്ളതെല്ലാം മൂടി എണ്ണാൻ പറഞ്ഞു. ഒരു 1083 മൂട് കപ്പ അവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. സ്വത്രം. ഞാൻ എലിയോട് പറഞ്ഞു, എലി, ധാരാളം പറമ്പ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, നിനക്ക് എവിടെ വേണമെങ്കിലും പോയി തിന്നാം, ഇത് ഞങ്ങളുടെ അധ്വാന ഫലമാണ്, ഞങ്ങൾക്ക് തിന്നാനുള്ളതാണ്, അതുകൊണ്ട് നീ വേറെ എവിടെയെങ്കിലും പോയി കാര്യം ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞു. സ്വത്രം. പ്രിയമുള്ളവരെ, അതിന് പറയുന്നതിൻ്റെ താല്പര്യം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റമൂട് കപ്പ എലി മാന്തിയില്ല. സ്വത്രം. ഇങ്ങനെയുള്ള സാക്ഷ്യം പറഞ്ഞാൽ കപ്പ എലി മാന്താത്ത കഥ, കായ്ക്കാത്ത പ്ലാവ് കായ്ച്ചത്, കായ്ക്കാത്ത തെങ്ങ് കായ്ച്ചത്, അതേ സ്വത്രം. വാഴ ഒരിക്കൽ 10 ഏത്തവാഴ വെച്ചു, 10 എണ്ണത്തിൻ്റെ മണ്ടയടച്ചു. എടാ, അന്നേരം ഈ വാക്യം തന്നെ വന്നേച്ച് പറഞ്ഞു, എടാ, നിൻ്റെ അധ്വാന ഫലം നീ തിന്നുന്ന നന്മ വരുമെന്ന് വചനമായിരിക്കെ വാഴ മര്യാദയ്ക്ക് മണ്ട വന്നോണമെന്ന് പറഞ്ഞു. സ്വത്രം. 10 എണ്ണത്തിനും തിരിച്ച് മണ്ട വന്നു. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. 10 എണ്ണത്തിനും തിരിച്ച് മണ്ട വന്നു. കൊല വെട്ടി അതേ കിണറ്റിൽ 3 വർഷം 6 മാസം വെള്ളമില്ലാത്ത കിണറിന് വേണ്ടി പ്രാർത്ഥിച്ച് അതേ ഹാലലിയൊക്കെ അന്ന് അനേക രോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, ഇതൊക്കെ പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ കാണുകയും ക്യാൻസർ മാറി. ഇങ്ങനെ അതൊക്കെ ഇനി ഞാൻ പുറകാലെ പറയാം അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്. സ്വോത്രം. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചുള്ളിയോട്ട് ഇങ്ങനെ അതേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ അടയ്ക്കാകുണ്ടിലേക്ക് വേല ആരംഭിച്ചു. അടയ്ക്കാകുണ്ടിൽ സ്വോത്രം 3 കുടുംബങ്ങൾ സ്ഥാനപ്പെട്ടു. അവിടെ ദൈവപ്രവൃത്തി നടക്കുമ്പോഴാണ് അതേ സ്വോത്രം എൻ്റെ വിവാഹം നടക്കുന്ന 1985-ലാണ്. അതിനു മുമ്പ് 2 സഭകൾ സ്ഥാപിച്ചാൻ കർത്താവ് ഇടയാക്കി. റാന്നിയിൽ ഇട്ടിയപ്പാറയിൽ ഒഴുവമ്പാറയ്ക്ക് അടുത്തുള്ള അഞ്ചാനി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയത്ത മാത്തുച്ചാൻ്റെയും എമിലി കൊച്ചമ്മയുടെയും സ്വോത്രം 7 മക്കളിൽ 5ാമത്തെ മകളായ ജാൻസിയെയാണ് ഞാൻ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായത്. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒത്തിരി എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പപ്പായും മമ്മിയൊക്കെ അനുവദിച്ചും സഹോദരങ്ങളെല്ലാം കൂടെ സഹകരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ തനിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു. അതേ സ്വോത്രം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയത്ത് എന്നെ ഒരുക്കാനായിട്ട് ആരുമില്ലായിരുന്നു. സ്വോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായം 7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഇന്ന് ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഈ ഷൂട്ടിങ്ങിന് ഇരിക്കുമ്പം ഇവിടെ വന്ന സഹോദരങ്ങളൊക്കെ എൻ്റെ ബട്ടൺസ് കുത്തിത്തരികയും അതിൻ്റെ എല്ലാം തൂത്ത് വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, എൻ്റെ കല്യാണത്തിന് ഒരു മനുഷ്യൻ പോലും ഒരു പൗഡർ ഇടാനോ ഒന്ന് ബട്ടൺസ് ഇടാനോ ഒരു സ്പ്രേ അടിക്കാനോ ആരുമില്ലായിരുന്നു. ഞാൻ തന്നെത്താൻ ഒറ്റയ്ക്ക് ഒരുങ്ങി. അതേ സ്വോത്രം. എൻ്റെ വീട്ടിൽ നിന്ന് പാസ്റ്റർ ടി എൻ കുരുവിള, ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, എന്നെ പ്രാർത്ഥിച്ച് അന്ന് അയച്ചത്. ആ സമയത്ത് വേറെ പാസ്റ്ററങ്ങ് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെത്താൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, നമ്മളെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന്. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടെന്നിരിക്കും, ആരും നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് വന്നെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ടാണല്ലോ ഇതൊക്കെ അനുഭവിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങളെപ്പോഴും ഓർത്തോണം, കർത്താവ് പറഞ്ഞൊരു വാക്ക്, എന്നോട് പറഞ്ഞ വാക്കാണ്, ലോകാവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഏത് സമയത്തും. അങ്ങനെ വിവാഹത്തിനോടുള്ള ബന്ധത്തിൽ പോകുന്ന സമയം എൻ്റെ കൂടെ വരാഞ്ഞതിൻ്റെ ഒരു കാരണം, അന്ന് അവർക്ക് 10:30 ആകുമ്പോഴാണ്, അതുവരെ രാഹുവോ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. നമുക്ക് പെന്തിക്കോസിലായ നമുക്ക് കർത്താവ് ഒഴികെ വേറെ ഒരു രാഹുവും ഇല്ല, ഗുളികയില്ലാത്തതുകൊണ്ട് സ്വോത്രം. നമ്മളെ വിശ്വാസത്തോടെ അന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. പിന്നെ അവർ പുറകെ എല്ലാവരും വന്നു. വിവാഹത്തിൻ്റെ ഒരു കഥ ഒത്തിരി പറയാനുണ്ട്, അതിലേക്ക് ഞാൻ അധികം പോകുകയല്ല. ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും കഷ്ടപ്പെടലുകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വന്നെന്നിരിക്കും. വിവാഹാനന്തരം ഞങ്ങൾ 2 ആഴ്ച മാത്രമേ നാട്ടിൽ നിന്നുള്ളൂ. കാരണം ഏൽപ്പിക്കപ്പെട്ട വേലസ്ഥലമുള്ളതുകൊണ്ടും പിന്നെ പെന്തിക്കോസ് ഞങ്ങളായതുകൊണ്ട്
അധികം വീടുകളൊന്നും വിസിറ്റ് ചെയ്യാൻ പോകാൻ താല്പര്യപ്പെടാഞ്ഞതുകൊണ്ടും വേഗത്തിൽ ഞങ്ങൾ മലബാറിന് കടന്നുപോയി. 85-ൽ ഞങ്ങൾ കടന്നു ചെന്ന് ഒരു 2 മാസം ആകുന്നതിന് മുമ്പേ എൻ്റെ കൂടെ സ്നേഹിതനായി എൻ്റെ കൂടെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചിരുന്ന ജിമ്മിച്ചൻ എന്ന് പറയുന്ന ബൈബിൾ സ്കൂളിൽ നിന്ന് എൻ്റെ കൂടെ അവിടെ വർക്കിന് വന്നിരുന്ന സഹോദരൻ പെട്ടെന്ന് കിണറ്റിൽ പാലത്തടി ഒടിഞ്ഞ് വീണ് മരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതെനിക്ക് ഭയങ്കര പ്രയാസം സൃഷ്ടിച്ചു. ദൈവമേ, ആരും എൻ്റെ കൂടെ സഹകരിച്ചൊരു സഹോദരനാണല്ലോ, പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ വേർപെട്ട ഒരു ദുഃഖമുണ്ടായപ്പോൾ ആളുകൾ എന്നോട് പലരും പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, നിങ്ങളുടെ ശുശ്രൂഷ ഇവിടുത്തെ തീർന്നു, ഇനി നിങ്ങളോട് നിൽക്കേണ്ട, അതിൻ്റെ ഒരു സിഗ്നലാണെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞത് ഇവിടെ നിൽക്കാനാ. പിന്നെ ജിമ്മിച്ചൻ്റെ മരണം ഒരു സത്യമാണ്, കഷ്ടതയാണെങ്കിലും അവൻ്റെ വേലയൂടെ ഞാൻ ചെയ്യും. ഞങ്ങൾ പിന്മാറാനായിട്ടല്ല വന്നത്, മലബാറിൽ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവരുടെ വീട്ടുകാരെല്ലാം പിന്നത്തേതിൽ രക്ഷിക്കപ്പെടാനും ക്ഷണപ്പെടാനും അവിടെ ഒരു സഹോദരൻ എന്ന് കർത്താവിൻ്റെ മഹത്വകരമായ വേലയോടുള്ള ബന്ധത്തിലൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ മഹത്വകരമായ വേല ചെയ്യുന്നു. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ വിളിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. പലരും പലതും പറയും, എന്തേലും ഒന്നും കണ്ടാൽ ഉടനെ ആളുകൾ എന്തേലും പറയും. പക്ഷേ ആളുകൾ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്, ദൈവം എന്ത് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. ദൈവനോട് പറഞ്ഞത് നീ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 3 ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവം എന്നെ ഒരു കറുത്ത ബോർഡിൽ വെള്ള അക്ഷരത്തിൽ എഴുതി കാണിച്ചു, വഴിക്കടവെന്ന്. അങ്ങനെ വഴിക്കടവെന്ന് എഴുതി കാണിച്ചതനുസരിച്ച് അതേ വഴിക്കടവിൽ പ്രവർത്തിപ്പാനായിട്ട് ചുള്ളിയോട്ടുള്ള സഹോദരന്മാരെയും വിളിച്ചുകൊണ്ട് കടന്നുപോയി. 3 മാസക്കാലം കയറി ഇറങ്ങുന്നതിൻ്റെ പരിണിത ഫലമായി 10 കുടുംബങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെട്ട് വഴിക്കടവിൽ കർത്താവിൻ്റെ വേല ആരംഭിക്കാൻ കർത്താവ് ഇടയാക്കി. ആ സമയത്ത് 86-ലാണ് ഞാൻ സ്നാനപ്പെടാനായിട്ട് ഞങ്ങളുടെ അന്നത്തെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാലക്കാട്ടുള്ള കോശി പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്ന് കരയ്ക്ക് നിന്ന് ക്രമീകരണങ്ങളെല്ലാം ചെയ്യുമ്പോൾ സ്നാനത്തിന് വേണ്ടി എല്ലാം പോയിരിക്കുകയാണ്. പോകുന്നതിനൊരല്പം മുമ്പ് എന്നോട് പറഞ്ഞു, തോമസ് കുട്ടി ഒരു ജോഡി ഡ്രസ്സോടെ തോമസ് കുട്ടിയുടെ എടുത്തോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ എന്നോട് പറഞ്ഞു, തോമസ് കുട്ടിയാണ് സ്നാനപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാനിതൊരു സ്നാനപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും ശരിക്കും പറയാൻ അറിയത്തില്ല, കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന്. കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം, തോമസ് കുട്ടി വെള്ളത്തിലോട്ട് ധൈര്യമായിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 1986-ൽ 13 പേരെ സ്നാനപ്പെടുത്തി കർത്താവിൻ്റെ മഹത്വകരമായ വേലയുടെ ഒരു സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ 86-ൽ കർത്താവിൻ്റെ പ്രവൃത്തി 10 കുടുംബം അവിടെ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ പുല്ലാട്ട് കുഞ്ചായൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീടിൻ്റെ ഒരു ഷെഡിലാണ് ഞങ്ങൾ ആരംഭിച്ച സഭായോഗം തുടങ്ങിയത്. കർത്താവിൻ്റെ തമ്പിച്ചാനൊക്കെ വന്ന് അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കി. ആ സമയത്ത് ഞങ്ങൾ ചുള്ളിയോട്ടാണ് താമസിക്കുന്നത്. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്തദാസന്മാരോടും മറ്റുള്ള പ്രിയപ്പെട്ടവരോടും ഞാൻ നിങ്ങൾ പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷ വേലയെക്കുറിച്ച് ഒരാഗ്രഹം നമുക്കുണ്ടാകണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ എനിക്കെന്നും എൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ്, സുവിശേഷ വേലയാണ് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നല്ലത്. മറ്റുള്ള എല്ലാവരും സുവിശേഷ വേല ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ യൗവനക്കാരെയും വിളിച്ചുകൊണ്ട് പരസ്യോത്തിന് പോകും, യൗവനക്കാരെ പ്രോത്സാഹിപ്പിക്കും, പാടാനും പ്രസംഗിക്കാനും അതേ സാക്ഷ്യം പറയാനും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലെല്ലാം കർത്താവിൻ്റെ വേലയെ പ്രോത്സാഹിപ്പിക്കാൻ സഹോദരന്മാരെ ഞാൻ ഉത്സാഹിപ്പിക്കും. അങ്ങനെയാണ് അടയ്ക്കാക്കുണ്ടിലും വഴിക്കടവിലും ഒക്കെ വേല ആരംഭിക്കാനൂടെ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചുള്ളിയോട്ട് സഭായോഗം 7 മണിക്കാക്കി. 1986-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചുള്ളിയോട്ട് സഭായോഗം രാവിലെ 7 മണിക്ക് തുടങ്ങി ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നിർത്തും. അവിടെ നിന്ന് ബസ് കയറി അടയ്ക്കാക്കുണ്ടി പോകും. അവിടെ പോയി ഒരു 11 മണിയാകുമ്പോൾ സഭായോഗം തുടങ്ങി ഒരു 2 മണിയാകുമ്പോഴത്തേക്കൊക്കെ അവിടുത്തെ സഭായോഗം കഴിയും. അവിടെ നിന്ന് ബസ് കയറിയിട്ട് വഴിക്കടവിൽ ചെല്ലും. വഴിക്കടവിൽ ചെല്ലുമ്പം 4-4:30 ആകും. അവിടെ സഭായോഗം തുടങ്ങി 7 മണിയാകുമ്പോഴത്തേക്ക് നിർത്തും. 3 സഭായോഗം ആ സമയങ്ങളിൽ നടത്താൻ കർത്താവ് എന്നെ സഹായിച്ചു. ഒരു വണ്ടിയില്ല, സൈക്കിളില്ല, വണ്ടിക്കൂലിക്ക് വേണേൽ പറഞ്ഞാൽ കാശുമില്ല. സ്വതന്ത്രം ചുള്ളിയോട്ട് കുറച്ച് ചെറിയ സ്വതന്ത്രാഴ്ച കിട്ടും. അതുകൊണ്ടാണ് അടയ്ക്കാക്കുണ്ടി പോകുന്നത്. അടയ്ക്കാക്കുണ്ടിൽ 6 രൂപയ്ക്കാണ് സ്വതന്ത്രാഴ്ച കിട്ടുന്നത്. അതും സംഘടിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും വഴിക്കടവിൽ ചെല്ലുന്നത്. വഴിക്കടവിൽ സ്വതന്ത്രാഴ്ച എടുത്തിട്ടില്ല. കാരണം പുതിയ പ്രവർത്തനവും ആളുകളെയും അവർക്കിപ്പം സ്വതന്ത്രാഴ്ചയും ദശാംശം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തായിത്തീരും എന്നുള്ള ചിന്ത കാരണം പലപ്പോഴും അതിന് തയ്യാറായിട്ടില്ല.
അപ്പോൾ നമ്മളെ പക്ഷേ ദൈവം വിളിച്ചതാണെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. ആ സമയത്ത് ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വളരെ ത്യാഗപൂർണമായ, കഷ്ടത സഹിച്ച, വേദനാജനകമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ ഇത് പറഞ്ഞുവിടാൻ എളുപ്പമാണെങ്കിലും കാരണം കുടുംബങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ രോഗങ്ങളെ, കഷ്ടങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ ഓരോരുത്തർ അഭിമുഖീകരിക്കുമ്പം അവയെല്ലാം തരണം ചെയ്യണം. അതിന് നമ്മളിലാണെങ്കിൽ പലപ്പോഴും അതിനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസമൊക്കെ നേരിട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വഴിക്കടവിലെ വേല ഒന്നുകൂടെ ശക്തമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചാനോട് സംസാരിച്ചിട്ട് ചുള്ളിയോട്ടേക്ക് ഒരു കർത്തൃദാസനെ അയച്ചു. അത് അടയ്ക്കാകുണ്ടിലെ കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങൾ ചെയ്തു. ഞാൻ 86-ൽ ചുള്ളിയോട്ട് നിന്ന് വഴിക്കടവിലേക്ക് താമസം മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. 86-ൽ വഴിക്കടവിൽ താമസം തുടങ്ങിക്കഴിയുമ്പോൾ 87-ലാണ് എൻ്റെ മൂത്ത മകൻ ജനിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. മൂത്ത മോൻ്റെ ജനനം 87-ൽ, അത് കഴിഞ്ഞ് 88-ലാണ് ടിപ്സൺ ജനിക്കുന്നത്, ടിങ്കു ജനിക്കുന്നത്, 89-ലാണ് ടിപ്സൺ ജനിക്കുന്നത്. ഓരോ വർഷത്തെ വ്യത്യാസങ്ങളേ ഉള്ളൂ 3 കുഞ്ഞുങ്ങളും തമ്മിൽ. ഞങ്ങൾ പുതിയ വേലസ്ഥലവും വാടക കെട്ടിടം, അവിടുത്തെ ഹോളില്ല, പല കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ, മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ടൈറ്റ്. സ്തോത്രം. ആ സമയത്ത് ഞാൻ സാക്ഷ്യം, ദീർഘമായ സാക്ഷ്യം ചുരുക്കി പറഞ്ഞാലല്ലേ ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചു പറയുകയാണ്. എൻ്റെ ഭാര്യ ജാൻസി കഞ്ഞി കുടിക്കാതെ ഗർഭിണിയായിരിക്കുമ്പം തളർന്ന് ഇരുന്ന സമയങ്ങളുണ്ട്. ഒരിക്കൽ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, അച്ചാച്ച എവിടെയെങ്കിലും പോയിച്ചു വരും എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് എല്ലാ ദിവസവും പോവുകയാണല്ലോ, ഒരു ഓറഞ്ചെങ്കിലും എനിക്ക് മേടിച്ചുകൊണ്ട് തരാമെന്ന് ചോദിച്ചു. സ്തോത്രം. അന്ന് എനിക്കൊരു ഓറഞ്ച് മേടിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ എത്രയോ സന്ദർഭങ്ങൾ. രണ്ട് വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷത്തിനിടയിൽ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ഒരു പാവാടയോ അല്ലെ അതുകൊണ്ടൊക്കെയുള്ള ഒരു സാധനമോ വാങ്ങിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒത്തിരി പ്രയാസങ്ങൾ, ഒന്നിൻ്റെ പുറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ. പക്ഷേ കർത്താവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശരമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അതിന് 1-2 കഥകൾ പറയാം, അന്നേരം നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. കുഞ്ഞുങ്ങൾക്കൊന്നും ആഹാരം കൊടുക്കാനില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ സന്ധ്യയ്ക്ക് ഞാനും ഭാര്യയും കൂടെ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പം തവള കരയുന്ന ഒരു ശബ്ദം കേട്ടു. മഴ പെയ്യുന്ന സന്ധ്യാസമയം. പെട്ടെന്ന് ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് എനിക്ക് ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ഇവിടെ ഇഷ്ടംപോലെ തവളയുണ്ടെന്ന്. ഞാൻ ഇച്ചിരിയുടെ മയങ്ങിയപ്പം ഒരു ടോർച്ചും എടുത്ത്, ഒരു ചാക്കും എടുത്ത് തവളയെ പിടിക്കാൻ പോയി. ധാരാളം തവളയെ പിടിച്ചുകൊണ്ട് വന്നു. ഞാൻ പോരുന്ന വഴിയിൽ ഒരു കിളി ആ വഴിയറമ്പിലിരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മഴ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പറക്കാൻ മേലാത്ത കിളിയാന്ന് വിചാരിച്ച് ഞാൻ അതിനെയും പിടിച്ച് കൈ പിടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു വെച്ച് തവളയെ ചാക്കിനകത്ത് തവള കെട്ടി കിടക്കുകയാണ്. കിളിയെ എൻ്റെ ഭാര്യയുടെയിലോട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പായ്ക്ക് മനസ്സിലായത് എന്താണെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇത് കാടപ്പക്ഷിയാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ തവളയെ വറക്കണമെങ്കിൽ എണ്ണയില്ലായിരുന്നു. ദൈവം ഒരു കാടപ്പക്ഷിയെ കൂടെ തന്നാ വിട്ടേ. സ്തോത്രം. ദൈവം എത്ര അത്ഭുത മന്ത്രിയാണെന്നറിയാവോ. ആ ദിവസങ്ങളിൽ, ആ ആഴ്ചകളിലെല്ലാം കുഞ്ഞുങ്ങൾ മൂത്തവനപ്പോഴത്തേക്ക് നഴ്സറി സ്കൂളിൽ പോകുമ്പം തവളയിറച്ചിയും കൊണ്ടാണ് പോകുന്നത്. അവൻ സ്കൂളിൽ ചെന്ന് പിള്ളേരോട് പറഞ്ഞു, എൻ്റെ പാത്രത്തിനകത്ത് തവളയിറച്ചിയാന്ന്. അതേ, സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ കൂമ്പും തവളയും പിണ്ടിയും അന്നത്തെ കാലത്തെ പഴയ പൊട്ടുക പുഴുങ്ങിയതും ഒക്കെ കൊടുത്ത കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, എന്നും പറഞ്ഞ് നമുക്കൊരു വിഷമോ പ്രയാസം വരുമ്പോൾ ദൈവം അയച്ചൊരു സ്ഥലത്തെ വേലയിട്ടേച്ച് ഓടിപ്പോകുന്നവരായിട്ട് തീരില്ല. കുഞ്ഞുങ്ങളല്ല വലുത്, ദൈവമാണ് വലുത്. എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ വസ്തുക്കളോ നിലങ്ങളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല എന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയ അച്ചകുഞ്ഞുപാസം എന്ന് പറയും മോനി, അവരെ അവിടെ താമസത്തിനെ സൂചിച്ച് അവിടെ കടന്നുപോയി. മഞ്ചേരി വേലയാനൊക്കെ അവിടെ കടന്നുപോയി വർക്ക് ചെയ്ത് മഞ്ചേരിയിൽ വേല ആരംഭിക്കാൻ കർത്താവ് ഇടയാക്കി. ധാരാളം പ്രാവശ്യം മഞ്ചേരി എന്ന് പറഞ്ഞാൽ വഴിക്കടവിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലമാണ് മഞ്ചേരി എന്ന് പറയുന്നത്. അവിടെ വർക്കിന് പോയിട്ട് ഞാൻ മഞ്ചേരിയിൽ നിന്ന് വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് നടന്ന് അതേ വന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം, ഞാൻ വടന്ന് വന്ന ഒരു സമയത്ത് ക്ഷീണിച്ച് ഒരു കടയിൽ കയറി ഒരു നാരങ്ങാവെള്ളം കുടിച്ചിട്ട് കാശ് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. കാരണം
നാരങ്ങ വെള്ളം കുടിക്കാതെ പോരാൻ വെക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കാശില്ലാതെ ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചു. ഞാൻ ശകല നേരം അവിടെ നിന്നപ്പം ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, പൈസ ഒന്നും തരണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പം ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പരീക്ഷിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നതിനായി ചിളന്ന ശേഷം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം തരുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് പിന്നെയും ഞാൻ വഴിക്കടെ മഞ്ചേരി പോകാതിരുന്നില്ല. അവിടെ നിന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട്. അതേ ഹാലലിയ സ്ഥലം മേടിച്ച് ഹോള് പണിത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അതേ ഹാലലിയ വഴിക്കടവിൽ ഹോള് പണിതു. 1 മാസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ശുശ്രൂഷ ഇവിടുത്തെ തീർന്നു, നീ ഞാൻ പുതിയ സ്ഥലത്തേക്ക് അയക്കാൻ പോകാമെന്ന് പറഞ്ഞു. ദൈവം എനിക്ക് കാണിച്ചു തന്ന പുതിയ സ്ഥലം ഒരു മണ്ണിട്ട റോഡ്, അത് കഴിയുമ്പോൾ ഒരു പുഴ എന്നല്ലൊരു മല എന്നല്ലൊരു പാടം, പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ സ്ഥലമാറ്റ സമയമായപ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ തമ്പിച്ചാനുമായിട്ട് സംസാരിച്ചപ്പോൾ തമ്പിച്ചാനോട്, ചേട്ടാ എവിടോട്ടാണ് നീ പോകുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് എവിടോട്ടാന്ന് ഇങ്ങനെയൊക്കെയാണ് വെളിപ്പാടേ ദൈവം തന്നിട്ടുള്ളൂ, സ്ഥലപ്പേര് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ സ്ഥലമെന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുതിയ സ്ഥലമെന്ന് എഴുതിയാണ് ട്രാൻസ്ഫർ ഓർഡർ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ 3 കുഞ്ഞുങ്ങളുമായിട്ട് അതേ മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെട്ടു. പുതിയ പാസ്റ്റർ വരുന്നതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അതേ കർത്താവിൻ്റെ ദാസൻ വരും. ഞാൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു സ്നേഹിതനുമായിട്ടൊരു വഴിയെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥലം കണ്ടെത്തുവാൻ, അത് എടക്കരയ്ക്ക് സമീപമുള്ള കാറ്റാടി എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ മണ്ണ് റോഡും പുഴയും മലയും എല്ലാം കണ്ട് അന്ന് തന്നെ വീട് വാടകയ്ക്ക് കിട്ടി. പിറ്റേ ദിവസം ഞങ്ങളുടെ സാധനങ്ങളുമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കാറ്റാടിയിലേക്ക് മാറി. അങ്ങനെ കാറ്റാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയൊരു വേല ആരംഭിക്കുവാനായിട്ട് കടന്നുപോയി. അങ്ങനെ വീട് വാടകയ്ക്കെടുത്തു. ഞാനും ഭാര്യയും 3 കുഞ്ഞുങ്ങളുമായിട്ടാണ് അവിടെ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നത്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് വഴിക്കടവിൽ അപ്പോഴത്തേക്ക് 100-100ഓളം ആൾ വിശ്വാസികളായി, 10-30 കുടുംബങ്ങളായി ഹോള് പണിതു. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ നിന്നാണ് കാറ്റാടിയിലേക്ക് പുതിയ വേലസ്ഥലത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വിശ്വാസി പോലും ഇല്ലാതെ സഭായോഗം സ്റ്റാർട്ട് ചെയ്തു. ഒരു വാടക വീട്ടിൽ കർത്താവ് കാണിച്ച ദർശനം അബ്രഹാമിനോട് പറഞ്ഞ്, ഞാൻ തന്നെ കാണിപ്പാനൊക്കെ ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എവിടേക്കെന്നറിയാതെ വിശ്വാസത്താൽ പുറപ്പെട്ടെന്ന് പറഞ്ഞ പോലാണ് കർത്താവ്. ഞാൻ പലരോടും പറയും, അബ്രഹാമിനോട് മാത്രമല്ല ഇക്കാലത്ത് നമ്മളോടും പറയും. പക്ഷെ കേൾക്കണം, മനസ്സിലാക്കണം, പുറപ്പെടാൻ തയ്യാറാകണം. അല്ലാതെ 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇനി എന്തോ ചെയ്യും, അവിടെ പോയാൽ എങ്ങനെ ആയിത്തീരുമെന്നൊക്കെ വ്യാകുലപ്പെട്ടാൽ ഒരു പരിപാടി നടക്കുകയില്ല. ദൈവം പറഞ്ഞതാണോ? എപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രിയമുള്ളവർ, നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് വാക്ക് മാറാത്ത ദൈവമാണ്. ദൈവം മരിച്ച ദൈവമല്ല, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവം പാത്തിരിക്കുന്ന ദൈവമല്ല, കഷ്ടകാലത്ത് തുണയായിരിക്കുന്ന ദൈവമാണ്. ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ദൈവം. ഞാൻ അനുഭവിച്ചു മറിഞ്ഞ മനുഷ്യനുമായാണല്ലോ സ്വത്രം. അതുകൊണ്ട് ആ കാറ്റാടിയിൽ കടന്നുപോയി. അത് ആദ്യ ദിവസങ്ങളിലൊക്കെ മറ്റിടത്തുനിന്ന് സെൻറ്റ് ഓഫ് അയച്ചവർ കൂട്ടത്തിൽ തന്ന അരിയും പലചരക്കും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആരംഭകാലം കുഴപ്പമൊന്നുമില്ല. ആഴ്ചകൾ അതേ മാസങ്ങളിലേക്ക് മാറി. അതേ സ്വത്രം, ഒരു വിശ്വാസിയില്ല, ആരുമില്ല, ഞാനും എൻ്റെ ഭാര്യയും അതേ സ്വത്രം കുഞ്ഞുങ്ങളും മാത്രം. അങ്ങനെ പാട്ടുപാടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ഞങ്ങൾ പിള്ളേർ വെള്ളം കുടിക്കാനായിട്ടോ അല്ലെ വെള്ളം എടുക്കാനായിട്ടോ അടുക്കളയിലോട്ട് പോകും. ആ സമയത്ത് ഉള്ള പാത്രം എല്ലാം അവിടെ മറിച്ചിടല്ലോ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരല്ലേ, അവരൊക്കെ ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 2 വയസ്സേ ഉള്ളൂ. അപ്പം അവരുടെ പുറകെ ഭാര്യ പോകുമ്പം പായും ഞാനും മാത്രമേ കാണത്തുള്ളൂ. എങ്കിലും ഞാൻ പ്രസംഗം നിർത്തത്തില്ല, ഞാൻ ഉറക്കെ പ്രസംഗിക്കും. നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയമുള്ളവർ, അവിടെ ഒരു അത്ഭുതമുണ്ടെന്നുള്ളതാണ് കാര്യം പറയാൻ പോകുന്നത്. ഞാൻ ഈ സമയത്ത് സഭായോഗം നടത്തുന്ന സമയത്ത് ഒരു ഓപ്പൺ തിണ്ണയിലാണ് സഭായോഗം നടക്കുന്നത്. എല്ലാവർക്കും റോഡേ പോകുന്നവർക്കെല്ലാം അടുത്തുകൂടെ ഒരു റോഡുണ്ട്, റോഡേ പോകുന്നവർക്കെല്ലാം കാണും. ആ സമയത്ത് ഒരു പാല് കച്ചവടക്കാരൻ അതിലേ പോകുന്നൊരു സമയമാണ്. അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ നിന്ന് പ്രസംഗിക്കുന്നു, എൻ്റെ മുമ്പിൽ ആരുമില്ല. അവിടെ ഒരു ചെറിയ കുറ്റിക്കാടുണ്ട്, ചെറിയൊരു, അവിടെ ഈ പാല് കച്ചവടക്കാരൻ പതുക്കെ വണ്ടിയിൽ സൈക്കിൾ നിർത്തി എൻ്റെ പ്രസംഗം ശ്രദ്ധിക്കും. എനിക്ക് ദൈവം തന്ന ശബ്ദമുള്ളതുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും, കർത്താവ് കരുതിക്കൊള്ളും, യഹോവയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല, ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ വിളിച്ചു പറയും. ഞാൻ ചുരുക്കി പറയുകയാണ്, ഇന്ന് ആ പാല് കച്ചവടക്കാരൻ ചർച്ചോകോടിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററാണ്. അന്ന് അദ്ദേഹത്തെ ദൈവം സംസാരിച്ചു. അദ്ദേഹം പിൻകാലത്ത് എന്നോട് പറഞ്ഞു,
പാസ്റ്ററുടെ അന്നത്തെ ശുശ്രൂഷകളിൽ എന്നെ രൂപാന്തരപ്പെടുത്തി. അതേ സ്തോത്രം, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ദൈവനും പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിയാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സ്തോത്രം. അങ്ങനെ ഞങ്ങളവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അതേ നമ്മുടെ KP യോഹന്നാൻ്റെ ടീം വർക്ക് ചെയ്യുന്ന കാലഘട്ടമാണ്. അവിടുന്ന് കറ്റോട്ടുകാരൻ കാത്തനാശ്ശേരിയിൽ ബൈജു എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ നേതൃത്വത്തിൽ, പുള്ളിയ ഡ്രൈവർ, കുറേ പാസ്റ്റർമാരെല്ലാം കൂടെ മലബാറിലെ വേലയോടുള്ള ബന്ധത്തിൽ പരസ്യം നടത്താനൊക്കെ ടീമായിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് പനിയൊക്കെ ആയപ്പം അവർ പറഞ്ഞു, തോമസ് കുട്ടിച്ചാൻ ഇവിടെ ഉണ്ട്, നമുക്ക് തപ്പിപ്പിടിക്കാമെങ്കിൽ നമുക്ക് പോയി കഞ്ഞി ഇച്ചിരി കുടിച്ച് അവിടെ ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തപ്പിപ്പിടിച്ച ഒരു 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞാനന്ന് രാവിലെ സുശേഷ വേലയ്ക്ക് വേണ്ടി പോയിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരി പോലും ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ കഞ്ഞി കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ അവിടെ വീട്ടിലോട്ട് ഞങ്ങൾ താമസിക്കുന്നിടം തപ്പിത്തേടി വന്നത്. എൻ്റെ ഭാര്യ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഭാര്യ വളരെ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഒന്നും പറയാതെ വിഷമിച്ചും ഇവരോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പുറകോട്ട് നോക്കും, റോഡിൽ കൂടെ ഞാൻ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ കൃപയാൽ ഞാൻ പോയ വഴിയിൽ എവിടുന്നോ 20 രൂപ എൻ്റെ കിട്ടി. അതേ സ്തോത്രം. ഞാൻ 1 കിലോ അരിയും ഇച്ചിരി ഉണക്കമീനും ഒരു പപ്പടവും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ പുതുക്കെട്ട് കണ്ടപ്പോൾ മനസ്സിലായി അരിയാണെന്ന്. അവൾ പെട്ടെന്ന് കുക്കറയിൽ കഞ്ഞി വെച്ച് അത് ഇവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്തൊരു അത്ഭുതം ഞാൻ പറയാനായിട്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെ 1 കിലോ അരി വെച്ച് കഞ്ഞി വെച്ച് ഇവർക്കെല്ലാം കൊടുത്ത കൂട്ടത്തിൽ ജാൻസി പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുതമായത് എന്ന്. അച്ചായച്ചൻ അരിയും കൊണ്ട് വന്നില്ലായിരുന്നു, നിൽക്കുന്ന കഞ്ഞിയൂടി നടക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ അങ്ങ് കടന്നുപോയി. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം അവിടെ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദുബൈയിൽ യാത്ര ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഈ ബൈജു വന്ന അവിടെ ഒരു ജോലിയോടുള്ള ബന്ധത്തിലാണ്. അദ്ദേഹം എന്നെ ഒരു സഭയിൽ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ സാക്ഷിയൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഒരു 40,000 രൂപ അവരെല്ലാവരും കൂടെ എനിക്ക് കളക്ഷൻ എടുത്ത് മലബാറിലെ വേലയ്ക്ക് വേണ്ടി തന്നപ്പം ഞാൻ പറവാനിടയായി തീർന്നു. 1 കിലോ അരി കൊണ്ട് കഞ്ഞി വെച്ച് കൊടുത്തപ്പം അതേ സ്തോത്രം 40 ചാക്ക് അരിക്ക് എന്ന് പറഞ്ഞാൽ അന്ന് 1000 രൂപയുള്ള ഒരു ചാക്ക് അരിക്ക് 40 ചാക്ക് അരി മേടിക്കാനുള്ള വഴി കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ദൈവം ഒരുക്കി. ഇത് കിട്ടുമെന്നും പറഞ്ഞല്ല കേട്ടോ നമ്മളിതിൻ്റെ പുറകെ ഇറങ്ങുന്നത്. പ്രിയമുള്ള എല്ലാ കത്തുവേലക്കാരോടും സഹോദരന്മാരോടും ഞാൻ പറയട്ടെ, സുവിശേഷ പോലെ വേല പോലെ ഭാഗ്യകരമായ മറ്റൊരു വേലയില്ല. പക്ഷേ ആരംഭം കഷ്ടമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞവൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. സ്തോത്രം. അതും കഴിഞ്ഞു. അവിടെ 3 കുടുംബം മുന്നോട്ട് കടന്നു വന്ന് സ്നാനം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആ താമസിച്ച വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വിട്ട് കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണം, ഒരു വീടിങ്ങ് തരത്തില്ല, ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം, ഞാൻ രാത്രി അവിടെ പകൽ കിടന്ന് ഉറങ്ങുമ്പോൾ, കാരണം ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യയും പിള്ളേരെയും ഞാൻ നാട്ടിൽ കൊണ്ടാക്കിയിരിക്കുക, താമസിക്കാൻ സ്ഥലമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്നോട് ദൈവം കാണിച്ച ഒരു കാഴ്ചപ്പാട് ഇതാണ്. ഒരു മണ്ണ് റോഡിൽ കൂടെ വീണ്ടും ഞാൻ നടന്നു പോകുന്നു. ഒരു റബ്ബറും തോട്ടത്തിനകത്ത്, ചെറിയ റബ്ബറും തോട്ടം, ഒരു 1.5 വർഷം പഴക്കമുള്ള തൈ റബ്ബറാണ്. അതിനകത്ത് ഒരു ഓല ഷെഡ് കാണിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് വീണ്ടും സ്വപ്നം കണ്ട് ഉണർന്നേച്ചാൽ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഓല ഷെഡ് തന്നെ എന്നെ കാണിച്ച്, എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പായലോട്ട്, ആ വാടകയ്ക്ക് ഒരു റൂം എടുത്തിട്ടുണ്ട്, ആ റൂമിലോട്ട് ഞാൻ കിടന്ന് ഒന്നുകൂടെ കണ്ണടച്ചപ്പോൾ എന്നെ ദർശനം വീണ്ടും കാണിച്ചു. ഞാൻ ദർശനപ്രകാരം ഈ ഓല ഷെഡിനുള്ളിടത്ത് നടന്ന് വഴിയെ പോയപ്പോൾ കറക്റ്റ് ഓല ഷെഡുണ്ട്. ഞാൻ ആ വീട്ടിൽ ഉടമസ്ഥനോട് പറഞ്ഞു, ചായ ഈ ഓല ഷെഡ് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വാടകയ്ക്ക് തരാമോ എന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനും താമസിക്കാനും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കക്കൂസും കുളിമുറിയൊന്നുമില്ല, പിന്നെ ഇത് വാടകയ്ക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല, കാരണം ഇത് എങ്ങനെ വാടകയ്ക്കെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ അയച്ചാൽ ഞാൻ ചുമ്മാ തന്നേക്കാൻ പറഞ്ഞു, സോദരം എന്ന് പറഞ്ഞാൽ താമസിക്കാനായിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞു താമസിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി ഭാര്യയും പിള്ളേരെയും എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഉണ്ടായിരുന്ന ചട്ടിയും കലവും പാത്രവും എല്ലാം കൂടെ പെറുക്കി വാടക കെട്ടിടത്തിൽ ഈ ഷെഡിനകത്ത് കൊണ്ട് താമസിച്ച് എൻ്റെ ഭാര്യയുടെ സാരി മറച്ച് കെട്ടി. അതേ സ്തോത്രം. 2-3 കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ, അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നമുക്കിവിടെ പാട്ട് പാടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടും പ്രാർത്ഥനയും നടത്താൻ കർത്താവ് ഇടയാക്കി. വന്നവർക്കാണേ പ്രശ്നം, എനിക്കതിനേക്കാൾ പ്രശ്നം. സ്വത്രകാഴ്ചയില്ല, ദശാംശമില്ല, ഒരു വഴിയും കാണാനില്ല. ആ സമയത്ത് നമ്മുടെ അരി ആരും കയറി വരത്തില്ല. ആ സമയത്താണ് ആ പറമ്പ് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പച്ചക്കറി കൃഷി ചെയ്തു.
അതിലെ പോയവർക്കും വന്നവർക്കെല്ലാം പാവയ്ക്കായും പടവലങ്ങായും പയറും എല്ലാം കൊടുത്തു. ആളുകളുമായിട്ട് സ്നേഹിക്കാനും ഇടപെടാനും ഒറ്റ പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ ആളുകളുമായിട്ടൊരു സ്നേഹബന്ധം പുലർത്തി. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയുകയാണ്. എവിടെയെങ്കിലും ചെന്ന് വേല സ്ഥലത്തെ ഒരു വേല പ്രശ്നമോ ഒരു പ്രയാസമോ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ അല്ലെ വാടക കെട്ടിടത്തിൽ നിന്ന് ഇറക്കി വിടുകയോ ഒക്കെ ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ ഇട്ടെറിഞ്ഞ് ഓടിച്ച് പേടിച്ച് അതേ സ്വത്രം പുറകോട്ട് പോകല്ലേ. കർത്താവ് ഒരു ദർശനം കാണിച്ചിട്ടാണ് എന്നോട് പറഞ്ഞതാണ്. ഒരു മണ്ണ് റോഡും അതേ ഒരു പാടവും കാണിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞ സ്ഥലമായത്. അതേ സ്വത്രം അങ്ങനെ ആ കൃഷി അനേകർക്ക് രൂപാന്തരത്തിന് കാരണമായി. കാരണം ഒത്തിരി പേരോട് സുവിശേഷം പറഞ്ഞു, വന്നവരോടും പോയവരോടും. അങ്ങനെ ആ സഭ 7 കുടുംബങ്ങളായിട്ട് സ്ഥാനപ്പെട്ട് വളരാൻ കർത്താവ് ഇടയാക്കി. സ്വതന്ത്രം. അപ്പം അതിനിടെ പിള്ളേർ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അവിടെയും ഇപ്പോഴത്തെ മൂത്ത മോനെ അതേ കാലയിൽ ഞങ്ങൾ 3 പിള്ളേരൊക്കെ ഒരു പാവ പോലും ഞങ്ങൾ കളിപ്പിക്കാൻ മേടിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളായിട്ട് ഒരു മുച്ചാടൻ സൈക്കിളായിട്ട് യാതൊരു കളിപ്പാട്ടവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കാരണം കാശില്ല, കഞ്ഞി കുടിക്കാൻ കാശില്ല, ആഹാരം മേടിക്കാൻ കാശില്ല. അവർക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞോ ഒരു പരിപാടിയോ ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പോ പോലും ഞാൻ അവർക്കാർക്ക് മേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സാരിയെങ്കിലും മേടിക്കാൻ ഇടയായി തീർന്നത്. അപ്പോൾ അതുപോലെ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമ്മളെ വിളിച്ച കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ചതിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കണം. കാരണം നമ്മുടെ പ്രതിഫലം ഇവിടെയല്ല, നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കഷ്ടതകൾ ഒത്തിരി നമ്മൾക്ക് കടന്നു വരും. എല്ലാ കഷ്ടം കൂടെ പറയുമ്പം നിങ്ങളെ ആയിരിക്കും പുള്ളിക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് പറയുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പം രാവിലെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ 1-2 പേര് ചെറിയ നഴ്സറിയിലൊക്കെ വിടും. ഈ 2 വയസ്സുകാരൻ അന്നത്തെ ഇപ്പോഴത്തെ ടിപ്സൺ, ഇപ്പം അദ്ദേഹം അമേരിക്കയിൽ പാസ്റ്ററാണ്. അപ്പോൾ തന്നെ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ YPCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിക്കുന്ന ഇപ്പോഴത്തെ ടിപ്സൺ എന്ന് പറയുന്ന അന്നത്തെ 2 വയസ്സുകാരനെ ഞങ്ങൾ വീട്ടിൽ ഇരുത്തിയേച്ച് ഒരു ടിഫിനകത്ത് ചെറിയ സാധനം ചോറ് ഉരുട്ടി ബോൾ പോലൊക്കെ വെച്ചിട്ട് പോകുമ്പം പറയും, മോനെ ഇവിടെ ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ 11:30, അന്നേരം നീ ഇതെടുത്ത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അവനെ ഒരു ദിവസം കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ബാങ്ക് വിളിച്ചില്ല, അവനൊട്ടും കഴിച്ചുമില്ല. ഞങ്ങൾ വരുമ്പം ഞാനില്ല, അന്ന് ജാൻസി തന്നെയാണ് പോയിച്ച് വരുന്നത്. വന്ന സമയത്ത് തളർന്ന് ആ പുള്ളിക്കാരൻ പെരക്കാത്തിരിപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചോദിച്ചപ്പം കൈമലെത്തിച്ച് പറയാ, അമ്മ അള്ളാ വിളിച്ചില്ലെന്ന് പറഞ്ഞു. സ്വത്രം. അപ്പം അത് കണ്ടിട്ട് പിറ്റേ ദിവസവും ഈ കുഞ്ഞുങ്ങളെ വെച്ചേച്ച് ഞങ്ങൾ പിറ്റേ ദിവസവും സുവിശേഷ വേലയ്ക്ക് പോകും. അങ്ങനെ അയലോക്കത്തുള്ളവരൊക്കെ നോക്കിക്കോളും, കൊച്ചുങ്ങളാരവിടെ കാണുമല്ലോ എന്ന് വിചാരിച്ച്. നമുക്ക് വലുത് കർത്താവാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവാണ് നമുക്ക് വലുത്. അതേ ദൈവസന്നിധിയിൽ നമ്മൾ താല്പര്യത്തോടെ കർത്താവിനെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തയ്യാറായാൽ അവരെല്ലാം ദൈവം വളർത്തി. അവരെല്ലാം ജീവിതത്തിനകത്ത് കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ കാറ്റാടിയിൽ അതേ സ്വതന്ത്രം 10 രൂപ കൊടുത്താൽ ഒരു കെട്ട് വിറക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ആദിവാസികൾ കൊണ്ടുവരുന്ന വിറക് 10 രൂപ കൊടുത്താൽ കിട്ടും. പക്ഷേ 10 രൂപ നമ്മുടെ കയ്യിലില്ല. അന്ന് നമ്മുടെ സ്വത്രാഴ്ച എടുത്താൽ ഒന്നും കിട്ടാനില്ല. സ്വത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലാതെ 2-3 ദിവസമായി ആഹാരമില്ലാതെ കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുക. ഞാനും ഭാര്യയും കൂടെ ജാൻസിയും കൂടെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ അപ്പുറേ ഇപ്പുറേ ഇരുന്നുകൊണ്ട് പാട്ടും പാടി പ്രാർത്ഥിച്ചിട്ട് പിശാചിനോട്, പിശാചേ പിള്ളേരെ തന്നത് കൊല്ലാനല്ല വളർത്താനാണ്, നീ നോക്കിക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ വളർത്തും. ഞങ്ങളുടെ പിള്ളേരെ മാത്രമല്ല, പട്ടിണി കിടക്കുന്ന പിള്ളേരെ കൂടെ ഞങ്ങൾ വളർത്തുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പിൻകാലത്ത് പട്ടിണി എന്ന് പറഞ്ഞാൽ ഓർഫണേജ് പോലുള്ള കെട്ടിടങ്ങൾ സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം, നീ പോടാ പിശാചേ എന്ന് പറഞ്ഞു. സ്വത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഒരു മർത്തോമാക്കാരത്തി സഹോദരി ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ വന്ന്, വാടക വീടിൻ്റെ വാതിക്കൽ വന്ന് തട്ടി. അവർ വരുമ്പോൾ ഒരു ബിഷോപ്പറിനകത്ത് ഞങ്ങൾക്ക് അന്നേരം കഞ്ഞി വെക്കാനുള്ള സാധനങ്ങൾക്കുള്ള കാര്യമായിട്ട് അവർ വന്നു. അത് വെച്ച് പിള്ളേർക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ അച്ചായൻ ഞങ്ങളെ അവിടുന്ന് അവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചുകൊണ്ട് ആ വീട് പൊളിച്ച് 2 റൂമും അടുക്കളയും തിണ്ണയും ഒക്കെ ഉള്ളതായിട്ട് പണിത്, കക്കൂസും കുളിമുറിയും പണിത്, അതിന് മോട്ടിവേഷൻ ചെയ്ത് ഞങ്ങളെ അവിടെ താമസിപ്പിക്കാൻ കർത്താവ് ഇടയാക്കി. അവിടെ വേല മുന്നോട്ട് ശക്തമായി വളർന്നു. ആ സമയത്ത് ടിപ്സൻ്റെ കയ്യ് റബ്ബർ അടിക്കുന്ന ആ മിഷ്യനകത്ത് പോയി മുറിഞ്ഞ് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ആരുമില്ല, അവൻ തന്നേ ഉള്ളൂ. ആ സമയത്ത് വേറൊരാളാണ് അതിനെ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയത്. ഇതെല്ലാം വരുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കും, ഇങ്ങനെ നിങ്ങൾ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. സ്വതന്ത്രം. അപ്പം നമ്മൾ
പലപ്പോഴും അവരോട് പറയും, മനുഷ്യരല്ലേ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഒക്കെ വരുമെന്നും പറഞ്ഞ് നമുക്ക് പിള്ളേരെ നോക്കി തന്നെ വീട്ടിലിരിക്കാനൊക്കത്തില്ലല്ലോ. കർത്താവ് നോക്കും. അതേ, സ്തോത്രം. നമ്മുടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ മഹത്തരമായ വേലയ്ക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അതേ, സ്തോത്രം. കാറ്റാടിയിൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ഒരു വഴി ദൈവം ഒരുക്കി തന്നു. അപ്പം അമേരിക്കയിലുള്ള സണ്ണി താഴാമ്പളം എന്ന് പറയും, ഹൂസ്റ്റണിലൊരു ബ്രദറിൻ്റെ മുഖാന്തരമാണ് നമുക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. പക്ഷേ ആ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പെട്രോൾ അടിക്കാൻ കാശില്ലല്ലോ എന്നുള്ള കാര്യം. തന്നെയല്ല, സമയത്ത് മൈക്സെറ്റൊക്കെ ഉപയോഗിക്കാൻ പരസ്യവും നടത്തുവാൻ ഒത്തിരി പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ച് മോട്ടോർ സൈക്കിൾ വിറ്റേച്ച് ഒരു സൈക്കിൾ വാങ്ങിച്ച് ഒരു 2 ഹോണും ബാറ്ററിയും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോട്ടോർ സൈക്കിൾ വിറ്റ് ബാറ്ററിയും സൈക്കിളും എല്ലാം വാങ്ങിച്ച് കർത്താവിൻ്റെ പരസ്യവും, ധാരാളം പരസ്യവും, മുക്കിന് പരസ്യവും. പ്രിയമുള്ളവരെ, നമ്മുടെ ആരംഭകാലത്ത് ഞാൻ വഴിക്കടവിലും ചുള്ളിയോട്ടും ഈ കാറ്റാടിയിലുമൊക്കെ നടത്തിയ കൺവെൻഷനുകളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അന്ന് നോട്ടീസ് അടിക്കും, കർത്താവിൽ അനുഗ്രഹീതനായ കത്രിദാസൻ ദൈവവചനം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് ദിവസവും ഡേറ്റും എല്ലാം കൊടുത്ത് ഞാൻ തന്നെ കൊടുക്കും. വൈകിട്ടാകുമ്പം അതേ സ്വത്രം 2-3 ഓലമടൽ കൊണ്ടുവന്ന് 2 തൂണും കെട്ടി അവിടെ പന്തലിട്ടിട്ട് അതേ ഒരു സ്റ്റേജ് ഉണ്ടാക്കും. ഞാൻ തന്നെ പ്രസംഗിക്കും. ഒരു പെട്രോമാക്സ് കത്തിച്ച് വെക്കും വെട്ടം കാണാനായിട്ട്. ഗ്രാമപ്രദേശമായതുകൊണ്ട് ആണ്, സുവിശേഷ വേലയാണ്. ഇപ്പോഴും ആളുകൾ എന്നെ, അന്നത്തെ ആളുകളൊക്കെ പറയും, കളിയാക്കുമായിരുന്നു. എന്താണെന്നറിയാവോ, മൈക്കെൻ്റെ കൈ പിടിച്ചിരിക്കുക, പെട്രോമാക്സിൻ്റെ ഗ്യാസ് പോവും, അവിടെ സഹോദരന്മാരാരുമില്ല, പുതിയ സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഞാൻ മൈക്ക് കഷത്തിലോട്ട് വെക്കും, എന്നിട്ട് ഇങ്ങനെ കഷത്തിൽ വെച്ചിരിക്കുക, മറ്റേ എന്നിട്ട് ഗ്യാസ് ലൈറ്റിനകത്തോട്ട് എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ട് ഗ്യാസ് ലൈറ്റ് അടിക്കും. ഗ്യാസ് ലൈറ്റ് അടിച്ച് പ്രകാശം വരുത്തിച്ച് വീണ്ടും പ്രസംഗിക്കും. സ്വതന്ത്രം എത്ര കൺവെൻഷൻ നടത്തിയിട്ടുണ്ടെന്നറിയാവോ? സ്വതന്ത്രം നമ്മുടെ അവിടെയെല്ലാം ഇന്ന് വേലസ്ഥലങ്ങളാണ്. എവിടെയെല്ലാം കർത്താവിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഒറ്റയ്ക്ക് കൺവെൻഷൻ, പാട്ട്, പ്രസംഗം, മോട്ടോർ സൈക്കിളെ വിറ്റേച്ച് സൈക്കിൾ വാങ്ങിച്ച് മൈക്ക് 2 കോളാമ്പിയും വെച്ച് കെട്ടി അത് കഴിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ചന്തക്കുന്നെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്വതന്ത്രം. അങ്ങനെ 1991 ആയപ്പോൾ ചന്തക്കുന്നിലേക്ക് കടന്നുപോയി. കാറ്റാടിയിൽ പുതിയ വേലക്കാരെ ആക്കി. പുതിയ വേലസ്ഥലം ചന്തക്കുന്നേൽ ആരംഭിച്ചു. അപ്പോൾ ചന്തക്കുന്നേൽ വേല ആരംഭിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന മോട്ടോർ സൈക്കിളുമായിട്ട് പരസ്യവും നടത്താനും ഒക്കെ കടന്നുപോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവൻ്റെ ഉള്ളിൽ വലിയ കാഴ്ചപ്പാടുകളെ തന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വേല ശക്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നെക്കുറിച്ച് ആരോ പറഞ്ഞറിഞ്ഞു. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ മലബാറിൽ വന്ന ഒരു സഹോദരൻ മസ്കറ്റിൽ ചെന്ന് ഒരു സഹോദരനോട് പറഞ്ഞു, മോട്ടോർ സൈക്കിൾ വിറ്റേച്ച് സൈക്കിളും മേടിച്ച് പരസ്യവും നടത്തിയ ഒരു പാസ്റ്ററെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം, പുല്ലാട്ടുകാരൻ CJ ജോസഫ് എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹം ഞാനിച്ചടെ മോട്ടോർ സൈക്കിൾ വിറ്റേച്ച് കാറ് മേടിച്ചെന്ന് കേട്ടിട്ടുണ്ട്, മോട്ടോർ സൈക്കിൾ വിറ്റേച്ച് സൈക്കിൾ മേടിച്ചെന്ന് കേൾക്കുന്നില്ല, ഇതെന്തൊരു പാർട്ടിയാണ്? എന്നാൽ ഈ പുള്ളി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഓർത്തോണം. യഹോവ ഒരു വഴി കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആരെല്ലാം അടച്ചാലും അതേ തമ്പുരാൻ തുറക്കുമെന്ന് പറഞ്ഞതിൻ്റെ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, സ്വതന്ത്രം. നമ്മൾ ആരും അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് അതേ സ്തോത്രം മോട്ടോർ സൈക്കിൾ വിറ്റ് സൈക്കിൾ വാങ്ങിച്ചൊന്നും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ CJ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം നിലമ്പൂരിൽ ചന്തക്കുന്നേൽ വന്ന് എന്നെ കാണാനും അദ്ദേഹം എന്നോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതാ, ഞാൻ മസ്കറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾക്കൊരു ജീപ്പ് വാങ്ങിക്കുവാനുള്ള വഴിയൊരുക്കാം, നിങ്ങൾ അന്നേരം ഒത്തിരി പരസ്യവും നടത്താമെന്ന് പറഞ്ഞു. സ്തോത്രം. ആ സമയത്ത് ദോഹയിലുള്ള പാസ്റ്റർ റെജി കുര്യൻ എന്ന് പറയുന്ന ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ പാസ്റ്റർ, അദ്ദേഹത്തിന് 1 മാസത്തേക്ക് നാട്ടിലേക്ക് വരണം, അതിന് പകരക്കാരനായി എന്നെ ദോഹയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ഇടയാക്കി. അത് 94 പ്രിയമുള്ള ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, വിശ്വാസികളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ തയ്യാറായാൽ സമയാസമയങ്ങളിൽ ദൈവം നമ്മളെ കരുതും. സ്തോത്രം. ദൈവം വഴികളെ ഒരുക്കും. ആ സമയത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ
ഞാൻ ചന്തക്കുന്നേൽ പ്രവർത്തിക്കുന്ന സമയത്ത് അനേക ക്രൂസൈഡുകൾ നടത്താൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. MA വർഗീസിനെ കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്തി, അനിസിനെ കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്തി, അതുപോലെ തന്നെ മനുമേനനെ കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്തി, ഇപ്പോഴത്തെ MA വർഗീസിൻ്റെ മക്കളെ കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്തി, ഒത്തിരി ക്രൂസൈഡുകൾ നടത്തി. ആ സമയത്ത് കാശ് ഒന്നൊരു വിഷയമേ അല്ല. കാശ് കർത്താവ് തരും. നമ്മൾ ചെയ്യാൻ പ്രവർത്തിക്കാൻ തയ്യാറാണോ? സഭകളൊന്നുമല്ല. ഒരു വർഷം 4 ക്രൂസൈഡൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അന്നത്തെ കാലത്ത് 94-ൽ 30,000 രൂപയൊക്കെ വേണം ഒരു മീറ്റിംഗ് നടന്നു കഴിയുമ്പം കൊടുക്കാനും നോട്ടീസ് അടിക്കാനും മൈക്ക് സെറ്റുകാർക്കും ഒക്കെ ആയിട്ട്. അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. സ്വതന്ത്രം എൻ്റെ കയ്യിലുള്ള ഒരു സൈക്കിള് മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പം CPM-കാരും യാക്കോബക്കാരും മർത്തോമക്കാരും പെന്തിക്കോസുകാരും മറ്റ് സഭക്കാരും ഒക്കെ കൊണ്ട് കാശ് തരും. പാസ്റ്ററെ, നിങ്ങളുടെ ഉത്സാഹം കണ്ടിട്ട് എങ്ങനെ തരാതിരിക്കാൻ തോന്നും? നിങ്ങൾ ചെയ്യാൻ പറയും. സ്വതന്ത്രം. അപ്പോൾ ഉത്സാഹികളുടെ വലിയ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുവിനെന്ന സ്വതന്ത്രം. ഇതൊന്നും ഹല്ലേലൂയ ഒന്നും കണ്ടിട്ടല്ല. ഇതിനിടയിലെല്ലാം സഭകൾ പണിയാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ചു. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സ്വതന്ത്രം 94-ൽ സ്വതന്ത്രം ദോഹയിലേക്ക് യാത്ര ചെയ്തു, മസ്കറ്റിലേക്ക് യാത്ര ചെയ്തു. മടങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഒരു ബുള്ളറ്റും അതുപോലെ തന്നെ ഒരു ജീപ്പും കൂടെ വാങ്ങിക്കുവാൻ കർത്താവ് വഴിയൊരുക്കി. സ്വതന്ത്രം. വേലസ്ഥലം ഏറ്റെടുത്തു. 15 വേലസ്ഥലം. ഓരോ വർഷവും 3-4 വേലസ്ഥലം വീതം ഏറ്റെടുക്കാൻ തുടങ്ങി. വിദേശത്തുനിന്ന് ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ന്യൂ ഇന്ത്യ ചർച്ചോട് തമ്പിച്ചാൻ വേണ്ട സപ്പോർട്ട് തരും, കൈത്താങ്ങ് തരും. വേല ആരംഭിച്ചു. അങ്ങനെ മലപ്പുറം ജില്ലയിലെ അനേക പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ മഹത്വകരമായ വേല ആരംഭിച്ചു. 15 വേലസ്ഥലം. കർത്താവിൻ്റെ ദാസന്മാർ, കൺവെൻഷനുകൾ, ക്രൂസൈഡുകൾ, മീറ്റിങ്ങുകൾ. ജീപ്പ് കിട്ടിയപ്പം ഒരു ജീപ്പിനകത്ത് 16 പേരെ കയറ്റിക്കൊണ്ടാണ് ഓരോ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. രാപകലില്ലാതെ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. സ്വതന്ത്രം. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്തരമായ പ്രവൃത്തിക്ക് ഇറങ്ങിയാൽ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഇതിനിടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപവാദങ്ങളുണ്ട്, പഴികളുണ്ട്, പരിഹാസങ്ങളുണ്ട്, സ്വതന്ത്ര നിന്ദകളുണ്ട്. പക്ഷേ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയാൽ, കർത്താവിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പം കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്ന് അറിയുകയാൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോലും കേട്ടോ. നമ്മൾ അതിനെ തർക്കിക്കാനും വാദിക്കാനും ഒന്നും പോകാതെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ നമ്മളെക്കൊണ്ട് കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. ധാരാളം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു. ഒത്തിരി പേരെ സഹായിച്ചു. സ്വതന്ത്രം. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു, ഒത്തിരി പേര് സ്നാനപ്പെട്ടു. ദൈവരാജ്യം വളരുവാൻ കർത്താവ് ഇടയാക്കി. ചന്തക്കുന്നിലെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, അനേക കൺവെൻഷനുകൾ നടത്തുമ്പോൾ ഒത്തിരി ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി, പല സ്നാനങ്ങൾ നടന്നു. പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ വേല ആ സമയങ്ങളിൽ വ്യാപരിച്ച്. മങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടായി. നാരങ്ങത്തോടെന്ന് വന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ഏറ്റെടുക്കാൻ കർത്താവ് സഹായിച്ചു. വടപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരംഭത്തിൽ തന്നെ നമ്മളോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ അനേക പാസ്റ്റർമാർ എന്നോടുകൂടെ ചേർന്ന് നിന്ന് ആ നാളുകളിൽ വലിയ ടീം വർക്കുകൾ, വലിയ പ്രവർത്തനങ്ങൾ, അനേക സ്ഥലങ്ങളിൽ നിന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന അനേക കർത്തൃദാസൻ സഹോദരന്മാരെ എൻ്റെ കൂടെ വന്ന് താമസിക്കുകയും പ്രവർത്തിക്കുവാൻ ഒക്കെയും കർത്താവ് ഇടയാക്കിയ ഒരു കാലഘട്ടമാണ് ആ ചന്തക്കുന്നിലെ താമസം എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ടിസിയ, 4ാമത്തെ മകൾ ടിസിയ 1996-ലാണ് ജനിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ചുങ്കത്തറയിലേക്ക് ഒരു പുതിയ വേലസ്ഥലവുമായിട്ട് കടന്നു പോകാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ ചുങ്കത്തറയിൽ കടന്നു ചെല്ലുമ്പോൾ സ്വതന്ത്രം പ്രിയ വാടക വീട് എടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. ചുങ്കത്തറയിൽ ദൈവപ്രവൃത്തി ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചുങ്കത്തറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ്, എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ്, കാറ്റാടിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പിശാചേ, ഞങ്ങളുടെ പിള്ളേർ പട്ടിണി കിടന്നാൽ നീ നോക്കിക്കോ, ഞങ്ങൾ പിള്ളേരെ കൂടെ വളർത്തുമെന്ന് പറഞ്ഞ കാര്യം പോലെ അതിന് ഒരു കുടുംബത്തിൽ നിന്നൊരു ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് നിർത്താവോ, എനിക്ക് വളരെ കഷ്ടത്തിൽ കൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ, ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2000-ൽ സ്വതന്ത്രം ഞങ്ങളുടെ കൂടെ പിള്ളേർ താമസിക്കാൻ തുടങ്ങി. 2001 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് സ്നേഹഭവൻ എന്ന പേരിൽ ഒരു ഓർഫനേജ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് കർത്താവ് ഇടയാക്കി. സ്വതന്ത്രം. അവിടെ ഏതാണ്ട് 28 പിള്ളേരെ വളർത്തുവാൻ കർത്താവ് ഞങ്ങൾ ഭാഗ്യം തന്നു. സ്വതന്ത്രം. അവർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം കൊടുക്കാനും
അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കാനും വസ്ത്രം മേടിച്ചു കൊടുക്കാനും ബുക്ക് മേടിച്ചു കൊടുക്കാനും അവിടെയും പല പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓർത്തോണം, എന്നും പരീക്ഷകളുണ്ട്. നീതിമാൻ്റെ അനർത്ഥം അസംഖ്യം എന്ന് പറഞ്ഞ പോലെ അവിടെ വെച്ച് ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിലെ സകല സാധനവും തീർന്നു, ആഹാരം ഇന്നുമില്ല. പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ദൈവത്തോട് പിള്ളേരോടും പറഞ്ഞു, പ്രാർത്ഥിക്കും മക്കളെ, എവിടെയെങ്കിലും അത്ഭുതം ചെയ്യണം. വൈകിട്ട് തരുമ്പോൾ കഞ്ഞി വെക്കാൻ അരിയില്ലാത്തൊരു സന്ദർഭത്തിൽ അവിടെയുള്ള നിലമ്പൂരുള്ള മലബാർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ടീം അവിടെ ഞങ്ങളെക്കുറിച്ച് അറിയുവാനും അവിടെ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തരുവാനും തക്കവണ്ണം കർത്താവ് ഇടയാക്കി. അതൊരു വലിയ അത്ഭുതമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പം അത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്നുള്ളത് കാണാൻ ഞാൻ അവരെ മുറിയെല്ലാം കൊണ്ട് കാണിച്ചു. അവർക്ക് തന്നെ അത്ഭുതമായിപ്പോയി. അതിനകത്ത് മുസ്ലിങ്ങളുണ്ടായിരുന്നു, ഹിന്ദുക്കളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, മറ്റു ജാതി സമസ്തരായ ആളുകളാണ്. ആ ക്ലബ്ബുകാരെ അതിശയപ്പെട്ടു പോയി. കാരണം ഇതൊരു സംഭവം തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അവരോട് സുവിശേഷം പറയാൻ അതൊരു മുഖാന്തരമായി തീർന്നു. അതിനുശേഷം സണ്ണി താഴാമ്പളം എന്ന് പറയുന്ന കത്രദാസൻ ഹൂസ്റ്റണിലുള്ള അദ്ദേഹം ഒരു ബൈബിൾ സ്കൂളിന് ആരംഭം കുറിക്കുവാൻ കൊണ്ട് നിലമ്പൂർ ഞങ്ങളൊരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. അനേക സഹോദരന്മാരെ പഠിപ്പിക്കുവാനും അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് അയക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ പിള്ളേരുടെ വിദ്യാഭ്യാസ സമയമാകുന്ന സമയം അവർക്ക് സ്കൂളിൽ പലപ്പോഴും വിഷമിച്ച സന്ദർഭങ്ങളാണ്. അവരെ സ്കൂളിൽ വിടാൻ അവർക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും എപ്പോഴും ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു. ടിജോ പഠിക്കാൻ തുടങ്ങിയ സന്ദർഭം, അതിനുശേഷം ടിപ്സനെ എൻജിനീയറിങ്ങിന് വേണ്ടി അവനെ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. അന്ന് പരീക്ഷ എഴുതണമെങ്കിൽ ഫീസ് കൊടുക്കണം. ആ സമയത്ത് അവനെന്നെ വിളിച്ചപ്പം പറഞ്ഞു, എടാ പുസ്തകമൊക്കെ എഴുതുന്ന കാലത്തൊരു സാക്ഷ്യത്തിനായിട്ട് ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പുസ്തകമൊക്കെ എഴുതുന്ന പിന്നെ ഇപ്പം കാശ് കൊടുക്കുന്ന കാര്യം നോക്കാൻ പറഞ്ഞു സോദരം. അപ്പോൾ ഞാനവിടെ നിന്നോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മനസ്സ് പറഞ്ഞു, അവന് അവിടുത്തെ ഗോൾഡ് മെഡലിസ്റ്റാണ് ഓട്ടത്തിൽ. ഞാൻ പറഞ്ഞു, നീ പ്രിൻസിപ്പാളിനെ കണ്ടുപറ, ഞാൻ ഒരു 10 ദിവസത്തിനുള്ളിൽ പൈസ അടയ്ക്കാം. അങ്ങനെ അവന് ഓൾ ടിക്കറ്റ് കിട്ടാനും പരീക്ഷ എഴുതാനും അതിനുള്ള വഴികളെല്ലാം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. നമുക്ക് മോളെ BSc നേഴ്സിംഗ് പഠിപ്പിച്ചപ്പോൾ ഒരു 300 രൂപ കൊടുത്ത് ഒരു ഫോം മേടിക്കാൻ കാശില്ലായിരുന്നു. ഒരു സഹോദരനാണ് അതിന് കാശ് കൊടുത്തത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പലരും ചിന്തിക്കുന്നത് ഒത്തിരി കാശുണ്ടായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഓരോ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞ് അന്നുള്ള ആഹാരം കർത്താവ് തരാമെന്നാണ് പറഞ്ഞത്. നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടെന്നാണ് പറഞ്ഞത്. ആരേലുമൊക്കെ വഴി തുറക്കും. പക്ഷേ നമ്മൾ നിരാശപ്പെട്ടിരിക്കല്ലേ. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോട് ഇതിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഞാൻ സുവിശേഷ വേല ഏറ്റവും ഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വിവാഹത്തിന് മുമ്പേ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് മക്കളെ കല്യാണം തരികയാണെങ്കിൽ, എനിക്ക് മക്കളെ തരികയാണെങ്കിൽ അവരെല്ലാം സുവിശേഷ വേല ചെയ്യുന്നവരായി തീരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു അത്ഭുതം കേൾക്കണോ? എനിക്ക് തന്ന ഭാര്യ ജാൻസി തോമസ്, ഇപ്പോൾ അതേ സോദരം, അവളുടെ വിവാഹത്തിന് മുമ്പ് അവളും പറഞ്ഞു, കർത്താവെ മക്കളെ തരികയാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പം ഞങ്ങളെ രണ്ടുപേരും കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞപ്പം രണ്ടുപേരും കല്യാണത്തിന് മുമ്പേ തന്നെ തീരുമാനമെടുത്ത കാര്യമാണ് മക്കളെ കിട്ടിയ സുവിശേഷ വേല ചെയ്യണമെന്ന്. എന്നാൽ സുവിശേഷ വേല ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, സുവിശേഷ വേല ചെയ്യണമെങ്കിൽ കാശുകൂടെ ഉണ്ടെങ്കിലേ സുവിശേഷ വേല നടക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് അവർ സുവിശേഷ വേലയും ചെയ്യണം, ജോലിയും കൂടെ ചെയ്യട്ടെ. കാരണം ഞാൻ ഗൾഫിലൊക്കെ പോയി കണ്ടപ്പം അവിടെയുള്ള സഹോദരന്മാരെല്ലാം കർത്തദാസന്മാർ മിക്കവാറും എല്ലാം ജോലിയും ചെയ്യുന്നുണ്ട്, സുവിശേഷ വേലയും ചെയ്യുന്നുണ്ട്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുഞ്ഞുങ്ങളെ അവരോട് പ്രോത്സാഹിപ്പിച്ചു. അവരെല്ലാം പഠിപ്പിക്കുന്ന സമയങ്ങളിൽ അവരോടെല്ലാം പറയും, മക്കളെ സുവിശേഷ വേലയാണ് ഏറ്റവും വലുത്, ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ പറവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ മൂത്ത ആളെ BCom വരെ പഠിച്ചു, MBA ചെയ്ത് ഇംഗ്ലണ്ടിൽ പോയി. അതിനെല്ലാം ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. ടിപ്സൺ എൻജിനീയറിംഗ് പഠിച്ചു. മോളെ ടിങ്കുമോളെ BSc നേഴ്സിംഗ് പഠിച്ചു. ഇളയ ടിസിയാമോളെ ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റായിട്ട് പഠിക്കാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ എന്നാൽ അവർ 4 പേരും കർത്താവിൻ്റെ വേലയോടെ ചെയ്യുകയാണ് സോദരം. ഇന്ന് ടിജോ ദുബൈയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവൻ ദോഹയിലായിരുന്നു. ചില നാളുകൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടു, ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തിട്ട് നിങ്ങളൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് നിങ്ങളുടെ മക്കളൊക്കെ എന്താ ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും? അപ്പം ഞാൻ അവരോട് പറയും, എല്ലാ അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടെങ്കിൽ ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം, യാക്കോബിൻ്റെ കാലത്തും ഉണ്ടായ പ്രശ്നം, ജോസഫിൻ്റെ കാലത്ത് അതേ സ്വത്രം വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട സഹോദരന്മാരെല്ലാം കൂടെ പൊട്ടക്കിണറ്റിലിട്ടതും അതേ ജോസഫിനെ വിറ്റതും ഒക്കെ കഥ നിങ്ങൾ കേട്ടിട്ടില്ല. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത തലമുറയ്ക്ക് ഒരു സാക്ഷ്യം പറയണമെങ്കിൽ അതേ സ്വത്രം എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടിരുന്ന കാര്യങ്ങൾ നടക്കൂ. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരെ ദൈവം നടത്തുന്നത് ഓരോ അനുഭവങ്ങളിൽ കൂടെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരില്ല എന്ന് പറഞ്ഞാലും കർത്താവ് വരുത്തും. കാരണം അവരെ അടുത്ത ആളുകളോട് സാക്ഷ്യം, ഇപ്പം ടിപ്സനും
ടിജോയും ടിങ്കും ടിസിയായും ഒക്കെ ഓരോരുത്തരോട് പറയുന്ന സാക്ഷി അവരുടെ സാക്ഷിയാണ്. ഞങ്ങൾ അനുഭവിച്ച, അല്ല എൻ്റെ അപ്പൻ അനുഭവിച്ചെന്നല്ല പറയുന്നത്, ഞങ്ങൾ കടന്നുപോയ വഴികളിൽ. അപ്പം നമ്മൾ അത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്നെല്ലാം 3-4 പേരെ സുവിശേഷ വേലയ്ക്ക് അയച്ചിട്ടുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വേല ചെയ്യാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ അനേക സഭകൾ സ്ഥാപിക്കുവാനും ദൈവപ്രവൃത്തി ചെയ്യുവാനും കർത്താവ് കാര്യങ്ങളെ ഒരുക്കി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 30 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. 30 കൊല്ലം കൊണ്ട് 30 വീടുകളല്ല, 30 വർഷം കൊണ്ട് 22 വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്ന് ഈ വാടക വീടേ ഉള്ളൂ, സ്വന്തമായൊരു വീടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, രാത്രിയിൽ ദർശനത്തിൽ എന്നോട് പറഞ്ഞു, അതേ സ്വത്രം പാട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. വീടൊരുക്കാൻ പോയ യേശു വീടൊരുക്കി വേഗം വരും, എന്നെ ചേർക്കുവാൻ എന്നെ ചേർക്കുവാൻ. വീടില്ലെന്ന ഭാരം വേണ്ട, സ്വർഗ്ഗയൊരു വീടുണ്ടല്ലോ, എന്താനന്ദമേ എന്താനന്ദമേ. വീട് വിട്ടു ദേശം വിട്ടു വീട്ടുകാരെ എല്ലാം വിട്ടു, യേശുവിനായി എൻ്റെ ഓട്ടമോടുവാൻ. പുത്തനെറുശലേമാകും സ്വർഗ വീട് മുകളിലുണ്ട്, വിശ്വാസത്തോടെ നമുക്ക് വേല ചെയ്തിടാം, കർത്തൻ വേല ചെയ്തിടാം. അങ്ങനെ മുന്നോട്ടുണ്ട്, ഞാൻ പാടാനായിട്ട് സമയം എടുക്കില്ല. ആ പാട്ട് കർത്താവിൻ്റെ ദാസൻ അനിലടൂർ ഇപ്പോൾ പാടി, പുത്തനെറുശലേം എന്ന പേരിൽ യൂട്യൂബിൽ കിടപ്പുണ്ട് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരു പാട്ടുകൂടെ എനിക്ക് ദൈവം തന്നു. സ്തോത്രം. സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട് ഒരു വീട്, കൈകൊണ്ട് പണിയാത്ത ഒരു വീട്, മുത്തുകളാൽ അത് നിർമ്മിതമാം തങ്കത്തെരുവീതി അവിടെയുണ്ട്. ആ പാട്ട് ഇമ്മാനുവേൽ ഹെൻറി പാടിയത് യൂട്യൂബിൽ കിടപ്പുണ്ട് സ്തോത്രം. എന്തിനായി പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, 30 കൊല്ലം കൊണ്ട് 22 വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ട് സ്വർഗത്തിലെ വീടാണ് വലുത്. എന്നാൽ സ്തോത്രം 2014 ആയപ്പോഴത്തേക്ക് ചുങ്കത്തറയിൽ ഒരു വീട് പണിയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിൻ്റെ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വീടില്ലെന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് സ്വർഗത്തിൽ വീടുണ്ട്. ഇങ്ങനെ ഞാനതങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 2003 ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ചുങ്കത്തറയിലിരിക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ദർശനം തന്നു. തിരുവനന്തപുരം ചെങ്കൽച്ചൂള എന്ന് പറയുന്ന സ്ഥലം.